അച്ഛനും മോളും ഒരു സ്ഥലത്തേക്ക് പോയി. സുന്ദരി, ഇത് അടിപൊളി സുന്ദരി, രണ്ടാമത്തെ സുന്ദരി. അങ്ങനെ നമ്മള് മീൻകുളത്തെത്തി. ഒരുപാട് പരിപാടികൾ നടത്തിയിട്ടുണ്ട് ടപ്പിയ. കോനില്ല മേജാണ്. അച്ഛനും മോളും ഇന്ന് എങ്ങോട്ടേക്കാണ് മാച്ചായിട്ട്? അച്ഛനും മോളും ഒരു സ്ഥലത്തേക്ക് പോയി നിന്ന്. പറയാ അമ്പലത്തിലേക്ക്. അമ്പലത്തിലേക്ക് 15 മണിക്കൂറിന് കൊടുത്തു. മണിക്കൂട്ടിനും സ്കൂളിലേക്ക് പോയി. പിന്നെ മേതൂട്ടിക്ക് ലീവ്. അതെ ഇന്ന് ഉച്ചവരെ ഇല്ലു. ഇന്നലെ മണിക്കൂട്ടിന് ഡാൻസ് പ്രോഗ്രാമിലുണ്ടായിനെ. അത് കഴിഞ്ഞ് ലേറ്റ് ആയിട്ട് മണിക്കൂട്ടിന് ഉറങ്ങിനി. അതുപോലെ ലേറ്റ് ആയിട്ട് എണീക്കുകയും ചെയ്തിന്. അങ്ങനെ സടവിടെ എന്ന് പറഞ്ഞിട്ട് മണിക്കൂട്ടിന് ഇന്ന് സ്കൂളിലേക്ക് പോയി. അപ്പം ഞാനും മേതൂട്ടി ഇടയായി. മേതൂട്ടിക്ക് ഇന്ന് ലീവാണ് ശനിയാഴ്ച. അപ്പം നമ്മള് നാളെ ലീവാണ് കേട്ടോ. അത് കഴിഞ്ഞ് അല്ലല്ല ഇനി മേതൂട്ടിന്റെ ടൂറ് വരുന്നുണ്ട്. ടൂറ് അതാണ്. ആ ടൂറിന്റെ ഭാഗമായിട്ടായിരിക്കും അല്ലേ? ടൂറ് എപ്പാന്ന്? ടൂറിന് പോകുന്നപ്പാന്ന് 10-ല്ലേ? ഓ അപ്പൊ അത് കുറേ ഉണ്ട് അത്രേ. അപ്പൊ ഇതെന്തിനാണ് ഇവളിങ്ങനെ ലീവ് അതെനിക്കറിയില്ല. ഓള് ലീവാക്കാൻ വിചാരിക്കുന്നത് ലീവ്. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിലേക്കാണ്. പക്ഷെ ഏത് അമ്പലമാണെന്ന് മേതൂട്ടി പറയില്ല കേട്ടോ. മേതൂട്ടിക്ക് അറിയില്ല. നമ്മൾ മീൻകുളം അമ്പലത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ ഒലമ്പാടി സൈഡ് അല്ല, അങ്ങോട്ട് ഒലമ്പാടി സൈഡിലേക്കാണ് വരുന്നത്. അപ്പൊ അതിലേക്ക് നമ്മ മാത്രല്ല, പിന്നെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അതുപോലെ പെങ്ങളുണ്ട്. അപ്പൊ അവരെല്ലാം നമ്മളിപ്പോ കൂട്ടാൻ പോണം. എന്നിട്ട് നമ്മളെല്ലാരും കൂടി ഒന്നിച്ചാ നല്ല മേതൂട്ടി ഇന്ന് പോകുന്നത്. നീളേച്ചും കൂടി ഉണ്ട്. ഓവിക്കുണ്ട് സ്കൂള്. വിയോമ് വരും തോന്നുന്നില്ല. അമ്മയില്ലാണ്ട് ഏടിയും വരില്ല. അങ്ങനെ വിയോമ് വരും തോന്നുന്നില്ല. പക്ഷെ എന്നാൽ നീളേച്ചി ഉണ്ടാവും. അങ്ങനെ നമ്മളെല്ലാരും കൂടി ഇപ്പം പോവാൻ വേണ്ടി പോവാണ്. അപ്പൊ ഏതായാലും നമുക്ക് അപ്പൊ നമുക്ക് ക്യാമറ പിടിക്കുന്ന ആളെ കാണിക്കണ്ടേ? നമ്മളിന്ന് മാച്ചായിപ്പോയതാണല്ലേ? ഇല്ല, ചെറിയൊരു അത്ര ഭയങ്കര മാച്ചല്ല, ചെറിയ മാച്ച്. അപ്പൊ പിന്നെ നമ്മുടെ പ്രിയനെയും കാണിച്ചിട്ടുണ്ട്. പ്രിയന്റെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഇത് ഞാൻ കുറേ 1-2 കൊല്ലത്തെ പഴക്കമുണ്ടേനി. നമ്മളിത് അവരെ കൂട്ടാനെത്തി. എല്ലാരും മുഖത്ത് ഒരു ദേഷ്യം കാണാൻ പറ്റുവേ, കാരണം കുറച്ച് വൈകി. ഇതേതാ സുന്ദരി? ഇതേതാ അടിപൊളി സുന്ദരി? ബാക്കേറ് വീഡിയോ പിടിച്ചാൽ നീ ചീത്ത അറിയില്ലല്ല, അതുകൊണ്ടാണ് അത് ഞാൻ ഓണാക്കി വെച്ചു. ഇത് രണ്ടാമത്തെ സുന്ദരി. തുറന്ന് കയറി വേഗം. സുവി, ഞാനിനി ഇത് ഓഫാക്കൂല. ഓഫാക്കി നിന്റെ വായിലിരിക്കുന്നത് വെച്ച് ഞാൻ കേൾക്കണോ? സീനാട്ടെ, ഇനി എന്തെങ്കിലും വൈകോ പിടിക്കോ ചെയ്താലും വീഡിയോ ഓണാക്കി വെക്കും. ഈ വീഡിയോ കൊണ്ട് മാത്രം സുബി ഒന്നും പറയാത്തെ. കുറച്ച് വൈകി നമ്മള് ഒരു 10 മണിന്ന് പറഞ്ഞു. ഇപ്പൊ 10:30 കഴിഞ്ഞു. 10:15 മൂന്നോട്ട സുബി വിളിക്കുകയും ചെയ്തു. 10:15 ഞാൻ കഴിഞ്ഞിട്ടാണ് ഫോൺ കൊടുത്തിരുന്നു. എന്റെ കുട്ടിയല്ല, ഞാൻ അമ്മ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലേ, ആ സമയത്ത് ഞാൻ കിട്ടുന്നുണ്ട്. അമ്പലത്തിന്റെ കവാടം കയറിയല്ലേ? സീനാട്ടിന്റെ വയ്യല്ല ഓർമ്മയുണ്ട്. സീനാട്ടിന് എപ്പാ വന്നത്? അച്ഛൻ പറഞ്ഞോ? ഭക്ഷണം കാര്യമൊന്നും ഇല്ലല്ലോ, കൊറേ കൊല്ലം മുമ്പേ അല്ലേ. അതെ, ഞാൻ ഇതുവരെ വന്നിട്ട്. ഞാൻ ഇതിലേ കൂടെ പാടിച്ചാല് പോകുമ്പോ പാസ് ചെയ്ത് ഓർമ്മ അല്ലേ? ബോർഡ് കണ്ട ഓർമ്മ. നമുക്കിവിടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം ഗൈസ്. അതെ, നല്ലൊരു തണല് കിട്ടിയിട്ടുണ്ട്. നല്ല അരയാൽ തറ. നല്ല അരയാൽ തറ. ആൽത്തറ, അരയാലല്ല ഇത്, ആൽത്തറ. എന്നാ എല്ലാരും ഇറങ്ങിക്കോ, മെല്ലെ മേതുട്ടി ഇറങ്ങിക്കോ. അങ്ങനെ നമ്മള് മീൻകുളത്ത് ആൽത്തറ കഴിഞ്ഞു. ആൽത്തറ കഴിഞ്ഞ് നേരെ നമ്മള് ഇത് തന്നെയാണല്ലേ ഫ്രണ്ട് വശം? ഫ്രണ്ട് അല്ല, അപ്പുറത്തേയാണ്. ഇത് സൈഡ് വശല്ലേ? ഇത് സൈഡാണ്. അതിന്റെ അപ്പുറത്തോ കൂടെയാണ്. അച്ഛനും മേതൂട്ടിയെല്ലാം മുന്നേ നടന്നു കേട്ടോ. സുവർണ ബ്ലോഗ് പിടിക്കുന്നത്. സുവർണ ചെറിയൊരു ക്ലിപ്സ് എടുക്കുന്നുണ്ട് ഇവിടെ. സുവി ആദ്യം ഇവിടെ ഒരു പശു ഉണ്ട് കേട്ടോ നമ്മളിവിടെ. ഇതിനെ കണ്ടിട്ട് പോത്ത് എന്നാ പറഞ്ഞേ. സുവി നീ പോത്ത് എന്ന് പറഞ്ഞേ? സുവിക്ക് അതിനെ കാണുമ്പോ പോത്തായിട്ട് തോന്നുന്നു.
ഞാനത് അറിയാതെ വേഗം അതിനെ കണ്ണാടി അവരെ സ്വന്തം പാല് കറക്കുന്നതായിക്കോട്ടെ ഒന്നുമേ ആ പാല് കറക്കുന്നല്ലേ സ്വന്തമായിട്ട് ഇതൊരു വേറൊരു അമ്പലം കൂടി ഉണ്ട് കേട്ടോ അമ്മയാടാ ഇങ്ങനെ അപ്പുറത്ത് അത് തുറക്കലല്ലേ എന്നിട്ട് എടുക്കാം ഒന്നുകൂടി എടുക്കാം. മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രം. അമ്മ ആദ്യമായിട്ടല്ല അമ്മ ഇങ്ങോട്ട് വരുന്നത്? അമ്മ ഇന്നലെ 2 ദിവസം മുന്നേ ആണ് കേട്ടോ എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ അമ്മക്കിപ്പം ഇത് വന്ന് പിന്നെ പണിക്ക് ഇപ്പം ലീവ് വന്നല്ലേ, ഇപ്പം പോലില്ല. ഇതൊരു പാറ, ഇത് കൊളാന്നും പോലെ എൻ്റെ തൊട്ടപ്പുറത്തൊരു കൊളാട്ടം പോലെ ഉണ്ട്. അങ്ങോട്ട് നമുക്ക് പിന്നെ അത് കാണാൻ അങ്ങോട്ട് പോയി. അപ്പോൾ ഏതായാലും നമുക്ക് ആദ്യം അമ്പലത്തിലേക്ക് കയറാമേ, നടക്ക്. എന്തെന്ന് അതെങ്ങനെ പറിക്കാൻ പറ്റില്ല. ഇവിടുന്ന് കാല് കഴുകണം തോന്നുന്നല്ലേ? അല്ല, എല്ലാ അമ്പലത്തിലും അങ്ങനെയാണ്. കുളത്തില് നമ്മള് ആദ്യം കാണുന്നില്ലേ, കുളം ആട കഴുകി വെള്ളത്തിൽ കഴുകി ഇതാക്കിയിട്ട് കയറില്ല. ആ അമ്പലം വേണം പോലും നിങ്ങളെ മൂക്ക് ആടിയില്ലേ മേധുനി വരാണ്ടാണ്. പിന്നെ ഒരു ആമ്പലുണ്ട്, മീനുണ്ട് കേട്ടോ. ഇതാണ് മീൻകുളം. ഒരുപാട് അങ്ങോട്ട് പോലെ ഇങ്ങോട്ട് വാ. പിന്നെ ഈ വെള്ളം കിട്ടേ വെള്ളം പോകൂല പാറയിൽ. നല്ല ഭംഗി. അപ്പോൾ നമ്മൾ കുറച്ച് വഴിപാടെല്ലാം കഴിച്ചിട്ടുണ്ട്. ശ്രീരാട്ടിൻ്റെ ഒരു നെയ്യ് വിളക്കുണ്ട്, അത് അവിടെ കത്തിക്കണം. പിന്നെ പുഷ്പാഞ്ജലി, പിന്നെ ഒരു തുളസിമാല. ഒരുപാട് വഴിപാടുകൾ നടത്തിയിട്ടുണ്ട് കേട്ടോ പ്രിയ. വഴിപാട് കൗണ്ടറിലേക്ക് ഞാൻ കയറുന്നതേ കണ്ടിട്ടില്ല, പിന്നെ അത് ഈ ലിസ്റ്റും കൊണ്ട് പുറത്തേക്ക് വരുന്നു. അല്ല, നമുക്കറിയില്ലല്ലോ ഇവിടെ എങ്ങനെയാണ്. അവിടെ ചോദിച്ചിട്ട് അവരോട് കഴിക്കേണ്ടത് അങ്ങനെ കഴിച്ചത്. അവിടെ ഡാൻസ് തുടങ്ങിട്ടാ. ഓള് നീളീച്ചിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പാടെ ഇവർക്ക് രണ്ടാക്കും ഒരുമിച്ച് ഓടിക്കഴിഞ്ഞാൽ ഇല്ലതാ ഡാൻസ്. അപ്പം നമ്മൾ തൂവെല്ലാം ചെയ്തു അല്ലേ, തൂവെല്ലാം കഴിഞ്ഞു. ഉച്ചപൂജ കഴിയണം, പായസം കിട്ടണമെങ്കിൽ. എന്നുവെച്ചാൽ ഉള്ളിലേക്ക് നമ്മൾ മൊബൈൽ എടുത്ത് പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റിയില്ല അല്ലേ. അപ്പം സുവി എല്ലാം പ്രാർത്ഥിച്ചിട്ടില്ലേ? ഏട്ടന് നല്ലത് വരുത്തണം എന്നെല്ലാം പ്രാർത്ഥിച്ചിട്ടില്ലേ? ഒരാൾക്കൊന്നും ഇല്ലല്ലോ സുവി, മൊത്തത്തിലൊരു പ്രാർത്ഥന. മൊത്തത്തിൽ നമ്മൾ ഇവിടെ വന്നേ നമുക്ക് പ്രാർത്ഥിക്കാനൊന്നും ഉണ്ടാവില്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാന്. അല്ല, പല സ്ഥലങ്ങളിലും പല രീതികളായിരിക്കുമല്ലോ. അങ്ങനെയല്ല, നമ്മള് ശിവക്ഷേത്രം ഉണ്ട് കേട്ടോ, അവിടത്തേക്ക് നമ്മൾ അവിടത്തേക്ക് പോവാം. തൊഴുത് കഴിഞ്ഞ് സുവർണ ഇവിടെ വിശ്രമിക്കൽ തുടങ്ങിയിട്ടാ. നല്ല തണലും ഉണ്ട്, പാറക്കാന്ന് അമ്പലം, പക്ഷെ ആ ഒരു തണുപ്പ് ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം വരുന്നതാണ്. ഭയങ്കര ഇഷ്ടമായി, നല്ല ഇഷ്ടപ്പെട്ട ഒരു അമ്പലം. നല്ലൊരു പ്രസാദം, മനസ്സിലൊരു കുളിർമ കിട്ടി. നല്ല അമ്പലം. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയില്ല.
അതെയാ അങ്ങനെ ഇതൊരു അമ്പലത്തിലേക്ക് എന്താ വെച്ചാൽ നമ്മൾ ഒരിക്കൽ തൊഴു വന്നു, ഇതല്ലാതെ ഇഷ്ടംപോലെ നമുക്ക് തൊഴാനുണ്ടല്ലോ. കുറേ ചെറിയ ചെറിയ അമ്പലങ്ങളല്ലേ തൊട്ട്. ആ നമുക്ക് ഇവിടെ വന്നാൽ ഇഷ്ടംപോലെ ഭഗവാനെ കാണാനുണ്ട്. അതന്നെ എല്ലാവരും കണ്ടില്ലേ ഇപ്പം. ഇത് മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പ്. ഈ പാറേൻ്റെ നടുക്ക നമ്മയില്ല എന്നാലും തണുപ്പ് അല്ലേ, പാറക്ക് നടുക്കയില്ല. പക്ഷെ എന്നാലും ഇവിടെ നമുക്ക് ഭയങ്കര ഒരു കാറ്റും നല്ല തണുപ്പാന്ന്. ഒരു ചൂടറിയുന്നില്ല. ഉറങ്ങാൻ പോകും. നല്ല ഉറക്ക ഇങ്ങനെ വരുന്നു. ഏതോട്ട് ഇല്ല കോയനെല്ലാം എടുത്തല്ലേ. ആ ഇപ്പുറത്തിടുന്നു അപ്പുറത്തിടുന്നുണ്ട്, അപ്പുറത്ത് ഇപ്പുറത്തിടുന്നുണ്ട്. ചോറ് ഇനിയും വെക്കണമെന്നുണ്ട്. പക്ഷെ ഞങ്ങള് ഭക്ഷണം എല്ലാം കഴിച്ചു, സംതൃപ്തനായി. ഭക്ഷണവും പായസവും. ആ സുവിന്റെ വയറ് നിറഞ്ഞു അല്ലേ സുവി? പക്ഷെ അത് 2 മണി ഇനി വേണമെങ്കിൽ തരുവേ. പക്ഷെ അത് നമ്മൾ തിന്നുമ്പോ തന്നെ വയറ് നിറഞ്ഞു മനസ്സും നിറഞ്ഞു സുവിക്ക്. സന്തോഷമായി. ഭക്ഷണം ഭക്ഷണം കിട്ടിയതല്ല, നമുക്ക് വീട്ടിൽ തന്നെ കഴിക്കാൻ വേണ്ട. വരുമ്പോ അതൊരു കൊച്ചു സൈഡിൽ നിന്നു. അമ്മ ദൈവീതിതാതമായിട്ട് നോക്കിയതാണ് മേലോട്ട്. പക്ഷെ അപ്പൊ അപ്പിയുടെ വീടിന്ന് ഈ കരച്ചില് വിരുന്ന് വിളീന്റെ ഒരു കരച്ചിലാണല്ലേ. മേതൂട്ടി നീ ഭക്ഷണം കഴിച്ചിട്ടില്ലേ? മേതൂട്ടി 2-3 വട്ടം മാറി കഴിച്ചു. അപ്പൊ ഏതായാലും നമ്മളെനിയിപ്പോ വീട്ടിലേക്ക് തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അടുത്തൊരു വിശേഷമായി നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ മേതു ഒരു കിടിലൻ.